കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. കേരളത്തിലെ പോലീസ് സേന അഭിമാനകരമായ നേട്ടം നേടിക്കഴിഞ്ഞൊരു കാലമാണിത്. നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സേനയായി കേരള പോലീസ് സേന മാറിയിരിക്കുന്നുവെന്നത് പോലീസിൻ്റെ ഭാഗമായ എല്ലാവർക്കും അഭിമാനവും സന്തോഷവും പകരുന്ന കാര്യമാണ്. ക്രമസമാധാന പാലനത്തിൽ, ശാസ്ത്രീയമായ കുറ്റാന്വേഷണത്തിൽ വലിയ മികവാണ് പോലീസ് സേന പുലർത്തുന്നത്. എന്നാൽ അതോടൊപ്പം കേരളത്തിലെ പോലീസ് സേനയുടെ മുഖം ഏറ്റവും നല്ല രീതിയിൽ മാറുന്നതിന് ഇടയാക്കിയ ഒന്നാണ് ദുരന്തമുഖങ്ങളിലുള്ള അസാധാരണമായ പോലീസിൻ്റെ ഇടപെടൽ. അത് വലിയ ജനസൗഹൃദ സേനയായി പോലീസിനെ മാറ്റിയിരിക്കുന്നുവെന്നതാണ് വസ്തുത. അതോടൊപ്പം അച്ചടക്കത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് വ്യതിചലിക്കാതെ ജനസൗഹൃദ സേനയായി മാറുന്നതിനും കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ 9 വർഷത്തെ അനുഭവമെടുത്താൽ ഈ മാറ്റം നല്ല രീതിയിൽ ശക്തിപ്പെട്ടു വന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുക. ഇപ്പോൾ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, അതായത് അതൊരു സംഘടനയാണ്. ഈ സംഘടിക്കാനുള്ള അവകാശം പോലീസിന് സ്വാഭാവികമായി വന്നു ചേർന്ന ഒന്നല്ല. യാതൊരുവിധ സംഘടനാ സ്വാതന്ത്ര്യവുമില്ലാത്ത ഒരു സേനയായിരുന്നു ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തെ പോലീസ് സേന. കേരളത്തിലെ പോലീസും വ്യത്യസ്തമായിരുന്നില്ല. അത്തരമൊരു സ്ഥിതിവിശേഷത്തിന് മാറ്റമുണ്ടായത് എങ്ങനെ എന്നത് ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. നേരത്തെ പോലീസ് സേന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് രാജ്യത്ത് പ്രവർത്തിച്ചിരുന്നത്. സ്വാതന്ത്ര്യം നേടി അതിനുശേഷവും പോലീസ് സേനയ്ക്ക് സംഘടനയെ വേണ്ട എന്ന നിലപാടായിരുന്നു പല സംസ്ഥാന സർക്കാരുകളും സ്വീകരിച്ചിരുന്നത്. ഇവിടെയാണ് കേരളത്തിൽ വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടു എന്നതും ശക്തിപ്പെട്ടു എന്നതും നാം കാണേണ്ടത്. അത് ഇവിടുത്തെ ഇടതുപക്ഷം കരുത്താർജിച്ചതാണ്. ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള ഭരണവും അതിൻ്റെ ഭാഗമായുള്ള രാഷ്ട്രീയ മുൻകൈയും കേരളത്തിലുണ്ടായതുമെല്ലാം
ഇതിനനുകൂലമായ പ്രത്യേക ഘടകങ്ങളായിരുന്നു. പോലീസുകാരും മനുഷ്യരാണ്. അവർക്ക് കൂട്ടായി പറയാൻ ചിലതുണ്ടാവും എന്ന തിരിച്ചറിവ് വലിയ തോതിൽ ഇവിടെ ഉയർന്നു വന്നു. അതാണ് ഇപ്പോൾ അനുഭവിക്കുന്ന സംഘടനാ സ്വാതന്ത്ര്യത്തിന് പിന്നിലുള്ളത്. സംഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയതിൻ്റെ പേരിൽ കടുത്ത നടപടികൾക്കിരയായ നിങ്ങളുടെ മുൻഗാമികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചരിത്രം ഇപ്പോൾ സേനയിലുള്ളവർ മനസ്സിലാക്കാൻ നല്ലതാണ്. ആ ചരിത്രബോധം സൃഷ്ടിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതും ഒരു സംഘടനാ നിലയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്.